നിൽക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വാദിക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ രാജാവ് വരുമ്പോൾ പറയുകയാണ്, മാനസാന്തരപ്പെടും, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ഒന്നാമത്തെ അടിസ്ഥാനപരമായ കാര്യം, ഫോർ എൻട്രൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്പർ 2, മാനസാന്തരത്തിൽ ഞാൻ പറഞ്ഞത് പോകുന്ന വ്യക്തിയിൽ നിന്ന് അത് പാപത്തിന്റെ വഴി ദൈവത്തോട് പുറം കാണിച്ച് ഞാൻ പോയി വേറെ യാത്ര ചെയ്യും. Going in my own attitudes, going in my own life. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുമ്പോൾ the first thing, മാനസാന്തരപ്പെടുന്നതാണ് ചെയ്യുന്നത്. The first thing that I must do is I must be born again. യോഹന്നാന്റെ സുവിശേഷം പെട്ടെന്ന് വായിക്കുന്നു. 3-ാം വാക്യം ഇത് വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. വേറെ ഒരു കാര്യം ചെയ്യും, വിശദീകരിക്കുന്നില്ല, 1-2 വാക്യങ്ങളുടെ അത് വായിക്കണം. ഇതാ ഞാൻ വല്ലപ്പോഴും പറയുന്നത്, വല്ലപ്പോഴും വരുന്നത്. ഒരു 6-7 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യം പറയണം. നമ്മൾ ഈ പാടി ഞാൻ പറഞ്ഞിട്ട് ഈ യോഗം കഴിയുമ്പോൾ പാട്ടിനകത്തല്ല കാര്യം. Many times we miss the gospel because we are simply ഇന്ന് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും ആള് കേട്ടോ അതിന് പാടുതാണ്. അപ്പൊ അത് ആത്മാർത്ഥതയില്ല. Forget all this drama. One video, we have to study God's word. നമ്മുടെ ഉള്ളിലെ സകലവിധമായ മാലിന്യങ്ങൾ കെട്ടുകൾ പൊട്ടേണ്ടത് ദൈവത്തിന്റെ വിധമായ വചനത്തിലൂടെയാണ്. ആമേൻ. ഓക്കേ, സഹായിക്കണേ. അത് കേട്ടോ, പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ നല്ല കൂടി ആത്മീയ പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ ആരെയും ചോട്ടാ പുള്ളിയൊന്നുമല്ല, വലിയ പുള്ളിയൊക്കെ പ്രമാണിയാണ്. പള്ളി പ്രമാണിയാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പോകണം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും, പള്ളിയിലെ പ്രമാണിയാണ് മാനസാന്തര വിധിയോ ദൈവരാജ്യ വിധിയോ എന്നൊക്കെ. അതൊക്കെ നിങ്ങൾ തന്നെ ഏറ്റെടുത്തോ കാര്യം. അപ്പൊ പള്ളി പ്രമാണി ആരുടെ അടുക്കൽ വരിക? യേശുവിന്റെ അടുക്കൽ വരിക. എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് രാത്രി യോഗം രാത്രി വരും. പിന്നെ ഞാനേതോ നോക്കും ചെയ്യുന്നു, രാത്രിയാണേലും വന്നല്ലോ. ചിലനെ എന്തെല്ലാം ചെയ്താലും രാത്രി അങ്ങനെ വരും പറഞ്ഞാൽ ഇവൻ രാത്രിയിലേക്ക് വന്നല്ലോ. നല്ലൊരു ആഗ്രഹമുള്ളവൻ. ഓക്കെ, അവനോട് റെഡി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിന് തെളിവ് അദ്ദേഹം പറയാം. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് ദൈവശക്തിയുടെ ഓപ്പറേഷൻ യേശുക്രിസ്തുവിലൂടെ താൻ കണ്ടു. ഭയങ്കര മോർച്ചസ് പറഞ്ഞവരാണ്. കണ്ടിട്ട് പരീക്ഷന്മാരല്ല യേശുവിനെ വിളിച്ചാലും പരീക്ഷന്മാരുടെ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെയൊക്കെ പഠിച്ചവർക്കൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രവാചകന്മാരൊക്കെ അനുഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് പച്ചയ്ക്ക് അവ തുറന്നു സമ്മതിക്കുക ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നാണ്. ഇത്രയും കാര്യങ്ങൾ എന്നോടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ മാസ്റ്റർ ഡെയിലിയോട് അയച്ചാന്ന് പറഞ്ഞാൽ എന്റെ പോലെ എന്നാൽ പിന്നെ നാളെ പൂർണ്ണ 2 ദിവസം നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനകത്തല്ലാവും. യേശു അങ്ങനെ ഒരാളല്ല. ഉന്നത പ്രവാചകന്മാരും നാക്കിയാരെ ഇടപാടുള്ള പുള്ളികളും പിന്നെ അവസരം പിടിച്ചങ്ങനെ തിരികെ യേശു ആളുകളെ സൂചിപ്പിക്കുന്ന ആളേ അല്ല. വലിയ പുള്ളി പണക്കാരൻ യേശുവിന്റെ മുൻപിൽ വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞ അന്നത്തെ കൂടിയാഴ്ചീയന പള്ളിയിലെ പ്രമാണിയാണ്. 10-ാം വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇവൻ അവിടെ പഴുത്തടി എടുക്കുന്നവരാണ്. ഒന്നോക്ക് പദം വാക്യം. യേശു അവനോട് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറയാം വേറെ ഡോക്ടറാണിപ്പോൾ. വലിയ തിയോളജിയാണ്. ആ മനുഷ്യൻ മുന്നിൽ നിന്നിട്ട് പറയുന്നത് എന്താ? യേശുവിനെ കഴിയാത്തൊന്നുമല്ല, വാസ്തവമായി ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനോട് നമ്മളാണ് എന്ന് പറയും. ഒരു കൂട്ടർ പുള്ളി അടുത്ത ഞായറാഴ്ച മിക്കവാറും മുക്കിയത്, വേറെ ഒരു കൂട്ടര് ഊർജ്ജമാരൊക്കെ അറിയാത്ത കാരണം യേശുവിന്റെ വാക്കുകൾ സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. അതിന്റെ കാരണം എന്താണെന്നറിയാം? യേശു ആരെ കളിയാക്കുന്നതല്ല. ജീസസ് വാണ്ട്സ് ടു ടെൽ ദ ട്രൂത്ത്. യേശുവിന്റെ മുൻപിൽ ഒരാൾ വന്നു. പിതാവാം ദൈവം പുത്രനെ അയച്ചിരിക്കുന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത് ഒരു വലിയ പ്രവാഹി മുന്നിൽ വരുമ്പോൾ അവനെ എന്റർടൈൻ ചെയ്താൽ യേശു വരുന്നു. ലോകസൗഖ്യം അമേരിക്കയ്ക്ക് പോകും, മഞ്ഞ് കഴിക്കുന്ന രാജ്യം ഞാൻ കാർക്കും ഇതൊന്നും യേശു പറയുന്നത്. യേശുവിനോട് ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല
is introducing the new birth. പുതുതായി ജനിക്കണം. മാനസാന്തരപ്പെട്ട് തിരിയണം. തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആവശ്യമല്ല, പുതുതായി ജനിക്കണം. ഈ ഭയങ്കര ഭക്തൻ ഈ ആളുകളെ പഠിപ്പിക്കുന്ന പുള്ളി 4ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നവർ എഴുതിയിട്ടുണ്ട്. അയ്യോ, നിക്കോദിമോസിനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം പുള്ളിക്ക് പറ്റിയ പ്രായം വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ യേശു പറയുന്നു 4:5. ഇന്നത്തെ പ്രശ്നം അതൊക്കെ നീതി പച്ചന് ചോദിക്കുന്നത്. ഞാൻ അമ്മയുടെ ഉദരത്തിനകത്ത് കയറി അമ്മ ഇനി എന്നെ പ്രസവിക്കണമെന്ന ഈ ഭയങ്കര പണ്ഡിതൻ ചോദിക്കുന്നത്. പണ്ഡിതന്മാരോട് അടുത്ത ഇടപെട്ട് അറിയാം, ഒത്തിരി പണ്ഡിതന്മാർക്കൊന്നും അറിയുന്നു. അവ യേശു പറഞ്ഞു കൊടുത്തു. എന്താണ് യേശു മീൻ ചെയ്യുന്നത്? യേശു പറഞ്ഞു കൊടുത്തു. 5ാം വാക്യം. എങ്ങനെയായി പുതുതായിട്ട് ജനിക്കണം? കേട്ടേ, ദൈവരാജ്യമാണ് സബ്ജക്ട്. ഒന്ന് പ്രവേശനം, മാനസാന്തരം. അങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെട്ടയാളാണെങ്കിൽ ഹൗ ടു ബി ബോൺ അഗൈൻ. Jesus the King is explaining verse 5. അതിനെ യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ഒരു ജനനമുണ്ട്. അങ്ങനെ ജനിക്കാത്ത ഒരാളിന് ദൈവത്തിന്റെ ഭരണം ഹൃദയത്തിൽ ആസ്വദിക്കാൻ കഴിയത്തില്ല. എത്ര കാണിക്കാലും ഏതൊക്കെ പണം കൊടുത്തവരെ സഹായിച്ചാലും ഇതൊക്കെ നല്ല കാര്യമാണ്. പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഭരണം ഉള്ളവൻ ചെയ്താൽ പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടും എന്നതിൽ കവിഞ്ഞ് ഒന്നും കിട്ടൂല. അടിസ്ഥാനപരമായി പുതുതായി ജനിക്കണം. എന്താ യേശു പറയുന്നത്? വെള്ളത്താലും ആത്മാവിനാലും ഒരു ജനനം. ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, സമയം നമുക്കില്ലല്ലോ. ആത്മാവ് എന്നവിടെ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വ്യാഖ്യാനം വേണ്ട. പിന്നെ വെള്ളത്തിനാണ് വ്യാഖ്യാനം വേണ്ടത്. പെട്ടെന്ന് വ്യാഖ്യാനിക്കാം. എഫേസ്യ ലേഖനം 5:26, യാക്കോബിന്റെ ലേഖനം 1:18, 1 പത്രോസ് 1:23 എല്ലാം കൂടെ ചേർത്ത് പഠിക്കാൻ യഥാർത്ഥ ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്തെ വെള്ളമായി ചിത്രീകരിക്കുന്ന പല വേദഭാഗങ്ങളുള്ളതിലെ ഒന്നാണ് എഫേസ്യർ 5:26. ആകയാൽ അവിടെ വെള്ളമെന്ന് എഴുതിയത് സ്നാനമല്ല എന്ന് തിരുവനന്തപുരത്ത് ഞാൻ പറയുന്നു. ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനം. ഇത് 1:23 വായിച്ചു. ഒറ്റ വാക്യം മാത്രമാണ്. 1:23 യഥാർത്ഥ ബീജമാണ്. കെടുന്ന ബീജത്താലല്ല നിങ്ങൾ വീണ്ടും അല്പങ്ങളുടെ മുകളിൽ കൊടുക്കും. ഓക്കെ ഓക്കെ ശ്രദ്ധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ. ഒരു മോളെ കുറിച്ച് പറയുക, കറക്റ്റ് കാര്യം പറയുക. വെള്ളത്താലും ആത്മാവിനാലും ജനനം. I told you the kingdom of God is a spiritual kingdom. Spiritual kingdom is number one. We need a spiritual change inside us. That is repentance. And after repentance, we need to be born inside. Another കാര്യം, ഇന്ത്യയിൽ citizenship എങ്ങനെയാണ്? India is a physical country. How did you get citizenship in India? By birth. അല്ലേ? എന്റെ മാതാവും പിതാവും ഇന്ത്യക്കാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ഇന്ത്യക്കാരനാണ്. ഫിസിക്കലായി ഉള്ള കൺട്രിയിൽ ഫിസിക്കൽ ജനനത്താൽ എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ രാജ്യം ആത്മിക സ്പിരിച്വൽ കിങ്ഡം. സ്പിരിച്വൽ കിങ്ഡത്തിൽ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ യു നീഡ് ടു ബി ബോൺ സ്പിരിച്വലി. ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ. അതെങ്ങനെയാണ്? അത് വെള്ളത്താലും ആത്മാവിനാലും. ആത്മാവല്ല, പരിശുദ്ധാത്മാവിനാലും. വെള്ളത്തിലാണ് വ്യാഖ്യാനം. കെടുന്ന ആ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ. കെടുന്ന ബീജം അപ്പോ ഉണ്ട് കേട്ടോ. അതേതാ? പുരുഷന്റെ ബീജം എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു കുഞ്ഞ് ജനിക്കുന്നത് ഫിസിക്കൽ ബർത്താ അല്ലേ? അതിന്
മാതാപിതാക്കൾ സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് വന്ന് സംയോജിക്കുമ്പോൾ പുരുഷന്റെ ബീജം സ്ത്രീക്കകത്ത് വീടാണ് ജനനം സംഭവിക്കുന്നത്. ഇതാണ് കെടുന്ന ബീജം. കെടുന്ന ബീജം ഇതിനേക്കാൾ അല്ല, കെടാത്ത ബീജം വേറെ ഉണ്ട്. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫ് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ബീജമുണ്ട്. അതെങ്ങനെ താഴെ എക്സ്പ്ലെയിൻ ചെയ്തു. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ജീവനടങ്ങിയ ദൈവത്തിന്റെ ബീജം. ഇതാണ് ഭവായോഗത്തിന് പ്രവഹിക്കാതെ നമ്മളെല്ലാം കൂടെ കൈ വീശി വീശി പോകാറുണ്ട്. എന്താ people don't, even pastors do not know what they are doing. ആരാധിച്ച് വിടുതലെടുക്കാൻ പറഞ്ഞേ വചനമില്ലാതെ നിനക്ക് വിടുതലില്ല സഹോദരി. The life of God is in His word. അവ പരിശുദ്ധാത്മാവ് കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്തെ മാനസാന്തരപ്പെട്ടവരാളിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ ആളത് വിശ്വസിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു, അത് എനിക്കുള്ളതാണെന്ന് അത് എടുക്കുന്നു. അങ്ങനെ അകത്തൊരു ജനനം നടക്കും. ആ ജനനമാണ് പുതിയ ജനനം. ജനത്താൽ ജനിച്ചത് നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ജനനം ഉണ്ടാകണം. ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ the first step is you must have a new birth in your life. Praise the Lord. അല്ലാതെ ആദ്യം സ്നാനമല്ല. ഞാൻ നിങ്ങളോട് പറയാം, സ്നാനപ്പെട്ട അവരുടെ മാനസാന്തരപ്പെട്ടിട്ടുമില്ല, അവർ തന്നെ പുതുതായി ചെയ്തിട്ടുമില്ല. കാരണം നമുക്കന്ന് തുടുക്കുമോ ഇപ്പൊ വന്നാൽ നമുക്ക് മുഖം ആദ്യം സ്നാനമല്ല നമ്മളെ കണ്ടത്. ദൈവത്തിന്റെ രാജ്യം ആത്മീക രാജ്യമാണ്. നമ്പർ 1, അകത്ത് കൺവിക്ഷൻ he must be converted. അവൻ ഹൃദയത്തിൽ മാറണം. he must turn to God. എന്നിട്ട് രണ്ടാമത് നടക്കുന്നത് പുതിയ ജനനം. പുതിയ ജനനം അകത്ത് നടന്നാൽ അതിന്റെ സിംബോളിക്കായിട്ടുള്ള പ്രത്യക്ഷതയിൽ പുറത്തു നടക്കുന്ന കാര്യമാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കുന്നത്. ഞാനൊരു കാര്യം പറയും. പുതിയ ജനനം നടക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ സ്നാനപ്പെടുന്നെങ്കിൽ ബി ബാപ്റ്റൈസ്ഡ് അഗൈൻ. അവരുടെ ഞാൻ പറഞ്ഞു 15 വയസ്സുള്ള പിള്ളേരെ ഒന്ന് സാധനം പറഞ്ഞ് അങ്ങനെ ഫോഴ്സ് ചെയ്യിക്കും. ഈ അടുത്ത കാലത്ത് ബോംബെ കൊടുത്തതിനെ എല്ലാം കൂടെ തല്ലി ഒതുക്കി സാധനം കൊടുക്കി. അയാൾക്ക് ശല്യം സഹിക്കാൻ വേണ്ടി കാരക്കുളത്തിൽ വാസമാക്കി മുക്കിയിട്ട് പൊങ്ങിയോട് കയറി വരുമായിരുന്നു. അവന് ആദ്യത്തെ വാസമാണ് മതിയല്ലോ. പെന്തിക്കോസ്തുകാർ ഒത്തിരി പേരുകൾ ചതിച്ചിട്ടുണ്ട്. എന്നോട് നേരിട്ടൊരു വയലിൽ പറഞ്ഞ നാട്ടില് അതേപോലെ കണ്ടുപിടി വരേണ്ടത് പറഞ്ഞു, പുതിയവയും അയാൾക്ക് തരാൻ തോന്നിയാൽ നമ്മൾ ദൈവരാജ്യമാണ് നമ്മുടെ വിഷയം. വിടരുത്. എങ്ങനെയാണ് പിശാച് തന്നെ ആളുകളെ ചതിക്കുന്നത്? സത്യം പറഞ്ഞു കൊടുക്കേണ്ടത് ടെക്നിക്കുകളും ജിനിക്സുകളുണ്ട്. ആളുകളെ തിരിച്ച് സഭകളിൽ അന്നത്തെ കൊണ്ടുവരാൻ ആളുകളെ ചതിക്കുകയാണ്. ഒന്നാമത് നടക്കുന്നത് അകത്ത് മാനസാന്തരം. രണ്ടാമത്തെ പണിയാണ് ദൈവത്തിന്റെ ഭരണവാസികൾ യു മസ്റ്റ് ബി ബോൺ അഗൈൻ. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ we were born once. മാതാപിതാക്കൾ ഉണ്ടാകുന്നത് we were born once. We must be born again in our inner man. കാരണം ദൈവരാജ്യം ആത്മീയ രാജ്യമാണ്. ആമേൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് കാണാനല്ല. ഞാനിപ്പോ പെന്തിക്കോസില്ലാതെ ഞാൻ അർത്ഥമായ ദൈവം പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യമില്ല. പെന്തിക്കോസുകാരെ ചേർക്കാമെന്നോ യേശു വരുന്നു. മാനസാന്തരപ്പെട്ട് പുതുതായിട്ട് ജനിച്ച കർത്താവിന്റെ വിഹിതം അനുസരിച്ച് ജീവിക്കുന്നവരെ ചേർക്കാനാണ് വാനമേഘത്തിൽ യേശു കർത്താവ്. അന്നത്തെ നമ്മളുടെ ചിന്തനം പറയും എന്നോട് ഏതായാലും കർത്താവ് വന്നാൽ ഞാൻ പോകും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കരുത്.
വചനമനുസരിച്ച് ജീവിച്ചില്ലേ പോത്തിൽ സംഭവിക്കുന്നത്. അതിന്റെ കാരണം അന്നത്തെ കൂടിയ പരീക്ഷനോട് യേശു മനസ്സാന്തരപ്പെടാൻ പറഞ്ഞാൽ നമ്മളോട് യേശു അത് തന്നെയാണ് പറയുന്നത്. അല്ല നമ്മളൊരു പ്രത്യേക കൊല്ലുപോലൊന്നുമല്ല. നിക്കോദിമോസിനെ കുറിച്ച് നിങ്ങൾ നടത്തണം. നിക്കോദിമോസ് ബെൻ ഗുരിയോൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. യെരൂശലേമിലെ 3 പണക്കാരുണ്ട്. ഒരു പണക്കാരാണ് അദ്ദേഹം. നല്ല ചോദ്യം ജീവിച്ച മനുഷ്യനാണ്. ന്യായപ്രമാണത്തിൽ ജീവിച്ച മനുഷ്യൻ യേശുവിന് മുന്നിൽ വന്നപ്പോൾ ഒരു അവിശ്വാസികളുടെ ഇടപെടുന്നവർ യേശു ഇടപെടുകയാണ്. അത് സ്നേഹം കൊണ്ട് ആരും വിധിക്കപ്പെടണം. അവരെ സുഖിപ്പിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് കണ്ട് കേട്ടോ പറയാം. ചിലതൊന്നും സുഖിക്കുന്ന പറയുമ്പോൾ യേശുവിനില്ല. അത് ഇന്നത്തെ ഉപദേശിമാർക്കാണ്. കാരണം പണമാണ് ഉപദേശിക്കില്ലേ. If you are not born again, പ്രിയ കുഞ്ഞുങ്ങളുടെ മുന്നിലിരിക്കുന്നവർ കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ അയച്ചത് മോനെ നിങ്ങൾ പുതുതായി ജനിച്ചില്ലെങ്കിൽ നിത്യത നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് അയൽപ്പെട്ടു. ഒന്നാമത്തെ കാര്യം പാപത്തിന്റെ വഴികൾ. എന്താ പാവം? ഞാൻ വ്യഭിചരിക്കാൻ പോയില്ല, പാവം. നീ കർത്താവിന്റെ ഹിതം അനുസരിച്ചില്ലയോ, യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. അത് വ്യഭിചരിച്ചോ, വീടി വലിച്ചോ, കണ്ടുപിടിച്ചോ, ഇതാണ് ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ലയോ, യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. യു ആർ എ സിന്നർ ബിഫോർ ഗോഡ്. And the only way to come back is turn to God in repentance. നിന്റെ ആഴമൊന്നും തുറന്നു കൊടുക്കണം. ഇന്ന് രാത്രി മതപരമായോ പാരമ്പര്യത്തിന്റെ പൊങ്കച്ചം പറയാതെ ഹൃദയത്തിന്റെ കവാടം തുറന്നു തുറന്ന് പരിശുദ്ധമായ വചനമെന്നെ അകത്ത് ക്രിയ ചെയ്യുവാൻ ഞാനിത് അനുവദിച്ചു കൊടുക്കുന്നു. യേശുവിനെ എന്റെ ഉള്ളത്തിൽ ഞാൻ രാജാവായി ഇന്ന് രാത്രി സ്വീകരിക്കുന്നത് ഹൃദയത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയുടെ അത്ഭുതം നിന്റെ ഉള്ളിൽ നടക്കുവാൻ ആത്മാവകത്തുണ്ട്. വരണ്ട കയ്യിൽ നിന്ന് വരുവാൻ ഏറ്റവും വലിയ അത്ഭുതം a sinner turning to God in repentance. യേശു മുഴുവനെടുത്തെന്നറിയാമോ? ഈ ലോകത്തേക്കാൾ വിലപ്പെട്ട ഒരാത്മാവിന്റെ രക്ഷയാണ്. സ്വർഗം സന്തോഷിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പറയുന്നത്? When a sinner turns to God in repentance, the holy angels are full of joy. സ്വർഗത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഒരു ഭാവി മനസ്സന്തരപ്പെടുക സുവിശേഷത്തെ ദൈവഭക്തന്മാരെ പ്രവർത്തിക്കുന്നത്. സുവിശേഷം നിത്യതയ്ക്കുള്ള ആഹ്വാനമാണ്. സുവിശേഷം ദൈവരാജ്യത്തിന്റെ ഘോഷണമാണ്. ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ആളുകളും കേൾക്കുമെന്ന് പറയുന്നു. രാജ്യത്തിന്റെ സുവിശേഷം. I tell you, you are blessed people that you are here this night to hear the gospel of the kingdom. Hallelujah. ഞാൻ മാത്രം തിരിച്ചു വരുമ്പോൾ മുഖത്തല്ലേ പെട്ടെന്ന് അഭിവാദ്യം ശ്രദ്ധിച്ചു മാനസാന്തരപ്പെട്ടു. പുതുതായി ജനിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിച്ച ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് തിരുവെഴുത്തിൽ യേശു വെളിപ്പെടുത്തിയിരുന്നു. അതാണ് മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടിൽ യേശുക്രിസ്തു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിവരിക്കുക. ലോകത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഭേദഗതികൾ വരുത്താം. എന്റെ ചിന്ത ശരിയാണെങ്കിൽ അസംബ്ലി സംഭവം ഭേദഗതി എടുത്താൽ പോവായി അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും കൂടെ ചെന്നൈയിൽ കൂടി വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൂടെ നമുക്ക് വേണ്ടാത്തത് കളയുക. എന്താ അനുകാലികമായി നമുക്ക് എന്തെങ്കിലും ഭേദഗതികൾ വേണം. അതവരുടെ കാര്യം. ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന് ഭേദഗതിയില്ല. സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരമായിരിക്കില്ല. ഒരിക്കലും മാറിപ്പോകാത്ത നിത്യ സത്യങ്ങളാണ് ദൈവം. എന്നെക്കുറിച്ച് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണ് രാജ്യത്തിലെ രാജാവിന്റെ ഇഷ്ടം. അതാണ് ഈ 3 ചാപ്റ്റേഴ്സിൽ വിവരിച്ചിരിക്കുന്നത്. അവൻ റിയലിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പുതുതായി ജനിച്ച ഒരാളാണെങ്കിൽ ഹൗ മസ്റ്റ് യു ലിവ്? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ പറയുന്നത് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന് ഭയങ്കര കർശനമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെ ചെയ്യരുത്.
ഞാൻ ഈ 6-ാം അധ്യായത്തിൽ മത്തായി 6-ലെ 2 വാക്യത്തെ കാണിക്കാം. പഴയ നിയമത്തിൽ 1 വാക്യം കാണിക്കാം. 6-ാം അധ്യായത്തിൽ 5-ാം വാക്യം. 5-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പൊ കപടഭക്തിക്കാരാരാ? ആ കാലഘട്ടത്തിലെ പരീശൻ എന്ന് പറഞ്ഞാൽ ആത്മീയ നോമിനൽ ക്രിസ്ത്യനെ പോലെ ആരാകരുത്. ദൈവരാജ്യം ദൈവം ഭരിക്കുന്ന ആളാകരുത്. ഈ 6-ാമത്തെ അധ്യായത്തിന് തന്നെ അതിന്റെ 7-ാം വാക്യം 7-8 വാക്യം നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പന ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ keep on babbling like the pagan. പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതൊന്നും നിർത്താൻ കൊടുത്തോ എന്നൊക്കെ പറയുമ്പം അമ്മാമ്മയുടെ വിചാരം എന്താ അറിയാമോ? പ്രാർത്ഥന അത് ഉപദേശിച്ച് നിർത്തുന്ന ഒരു വാക്കാണ്. പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്നിട്ട് അവർ 2 കൂട്ടർ നോമിനൽ ക്രിസ്ത്യനെ പോലെ ആകരുത്, ജാതിയെ പോലെ ആകരുത്. എന്നെ ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ പുതുതായി ജനിച്ചു, അതിന്റെ സൂചനയായിട്ട് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ. ഞാൻ ജാതികളുടെ സ്വഭാവമാണ്. നോമിനൽ ക്രിസ്ത്യൻ എന്ന് വിളിക്കുന്ന കൂടി ആത്മീയമായി നടക്കുന്നവരെ പോലെ ആകരുത്. മനസ്സിലായോ? This is God's heartbeat. പഴയ നിയമം നമ്മൾ ശ്രദ്ധിച്ചു. ലേഖ്യ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യം. യഹോവ പിന്നീട് മോശയോട് ചെയ്തു, ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന ഇസ്രായേൽ ദേശത്തിലെ അത് കേൾക്കണേ. നിങ്ങൾ പാർത്തിരുന്ന ഇസ്രായേൽ ദേശത്തിലെ നടന്നുപോലെ നിങ്ങൾ നടക്കരുത്. തുടർന്ന് കേട്ടോണം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടക്കുമ്പോഴേക്കും അരുത്. എങ്ങനെ? പാർത്തിരുന്ന ഇസ്രായേലിലെ നടപ്പാകരുത്, കൊണ്ടുപോകാതിരിക്കുന്ന കനാൻ ദേശത്തിലെ നടപ്പാകരുത്. അപ്പൊ പഴയ ദൈവത്തിലും പുതിയ ദൈവത്തിലും ദൈവത്തിന്റെ ആശയം, ആ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? God wants a separated people. ദൈവം ഭരിക്കുന്ന ആളുകൾ ലോകവുമായി മിങ്കിൾ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല. മിങ്കിൾ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം സംതൃപ്തി കൊടുക്കാതിരിക്കുക എന്നർത്ഥം. അതാണ് ജനങ്ങൾ വേർപാടിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത്. നോ, ഇൻസൈഡ് യുവർ ഹാർട്ട് അവരുടെ പ്രാക്ടീസുകൾ സ്വന്തമാക്കരുത്. പക്ഷേ ദൈവത്തിന്റെ ജനം പഴയ ദൈവത്തിൽ ചെയ്തുകൊണ്ട ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 106. നിങ്ങളുടെ ശ്രദ്ധകൾ പകർന്നു. നിങ്ങളുടെ വാക്യം പഠിക്കുക. 106 സങ്കീർത്തനം 106 35 മുതലുള്ള വാക്യങ്ങൾ. ഇവരെന്താ ചെയ്തത്? കൽപ്പന കിട്ടിയ ദൈവത്തിന്റെ ജനം എന്താ ചെയ്തത്? അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. പെന്തിക്കോസ്തുകാരാ, മനസ്സിലാവുന്നുണ്ടോ? God wants you to have a separated, consecrated life. അങ്ങനെയുള്ള ഒരു റെമനന്റിനെ ചേർക്കാനാണ് യേശു കർത്താവ് വരുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയെ ചേർക്കാൻ അമ്പലം കേൾക്കുന്നത്. മാമഭയ ക്രൈസ്തവരെ നമ്മളിത് മനസ്സിലാക്കണം. അവര് ജാതികളുടെ വഴി പഠിച്ചു, പിന്നെ അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു. പിന്നെ അവർക്കൊരു കെണിയായിട്ടു. അടുത്ത വാക്യം, തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അവർ പുത്രമില്ലാത്ത രക്തം പുത്രപുത്രന്മാരുടെ രക്തം തന്നെ ചൊല്ലി. ഇതെല്ലാം എവിടെ പഠിച്ചു? ജാതികളിൽ നിന്ന് they copied their practices, they copied the system of worship. ഇന്നും പലരും അങ്ങനെയാണ് വരുന്നത്. 25-40 വർഷം മുമ്പ് ഇല്ലാഞ്ഞവരെ ചരക്കുകൾ എങ്ങനെ കയറി? നമ്മൾ പൊടിയൂട്ടലായെന്നുള്ളത് കാണാൻ നമ്മൾ അടക്കാൻ രാത്രി ദൈവം തുറക്കണ്ട. ഇത് നമ്മൾ പഠിച്ചിട്ട് കർത്താവിന്റെ മോക്ഷത്തിലാന്ന് പറഞ്ഞാൽ യു ആർ സെർവിംഗ് സം അതർ ഗോഡ്. തിരുവഴുത്താണ് നമ്മുടെ മെഷറിംഗോ, തിരുവഴുത്താണ് നമ്മുടെ ആധാരം.
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രക്ഷിക്കപ്പെട്ടെങ്കിൽ, പുതുതായി ജനിച്ചെങ്കിൽ, അകത്ത് ക്രിയ നടന്നെങ്കിൽ യു ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. എന്തിനാണ് എനിക്ക് പുതുജനം വന്നത്? ഞാൻ ആരെപ്പോലെയാണ്? പിതാവാം ദൈവത്തിന് പുത്രനുണ്ട്, യേശു കർത്താവ്. യേശു കർത്താവ് എന്റെ സ്വന്തം പുത്രനെ പോലെ ഞാനാകാൻ എന്നെ ദത്തെടുത്തിരിക്കുകയാണ്. അറിയാ, അല്ലാതെ ഞാൻ എല്ലാ ഗുണവിയോഗത്തിൽ പോയി ചുമ്മാ ഒന്ന് കൈ കൊടുക്കും. എന്തെല്ലാം ചുമ്മാ നോക്കും, ചോദിയാൻ നോക്കും, അപ്പോഴത്തേക്ക് ഡിസിഷൻ കാർഡ് കൊണ്ടുവന്ന് നമ്മളത് എഴുതി ഏതാണ്ട് നമ്പർ, നമ്മുടെ ടെലിഫോൺ നമ്പർ ഉപദേശത്തിന് 2 പ്രാവശ്യം കോൾ ചെയ്തു. നമുക്ക് നോക്കാൻ എന്താ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഏതാണ്ട് പോലൊന്ന് തോന്നി. ഇതോടൊന്നും പുതുതായിട്ട് ജനിച്ചില്ല കേട്ടോ, ഇതോടൊന്നും പുതുതായിട്ട് ജനിച്ചില്ല. Don't make a fool of yourself. Don't make it seem. ഒരു ക്ഷണം പ്രാർത്ഥിക്കട്ടെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ഹൃദയം കൊടുക്കണം. ഹൃദയത്തിനകത്ത് മാറ്റം വന്നാൽ അത് ഒരു ദിവസത്തെ അനുഭവമല്ല. പുതുതായി സൃഷ്ടികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയല്ല. In the kingdom there is growth. അതിന് എന്താ ചെയ്യുന്നത്? ആഹാരം എന്താ? ഭോജനം. ആദ്യത്തെ സ്റ്റെപ്പാണ് 1 അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ മായമില്ലാത്ത പാല്. പക്ഷെ നമുക്കിപ്പോ പാല് കുടിച്ചപ്പോ തന്നെയാണ് നിറഞ്ഞോണ്ടിരിക്കുകയല്ലേ. പാലെന്താന്ന് ഞാൻ നിങ്ങളൊന്ന് വ്യാഖ്യാനിച്ച് വന്ന നിങ്ങൾ വന്നത്. പാല് പോലും പോലെ ഉപദേശിക്കാറില്ല. എപ്പോഴായാലും 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ കട്ടിയായ ആഹാരമുണ്ട്. ഇതെല്ലാം സമയാസമയങ്ങളിൽ പുതുതായി ജനിച്ച ആളിന് കൊടുത്ത് യേശുക്രിസ്തു എങ്ങനെ ഇരിക്കും അതുപോലെ ഉൾ മനുഷ്യരാകും. യേശുക്രിസ്തു എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കെങ്ങനെ അറിയാം? അവർ പറയാം, അതിനങ്ങനെ താടി വളർത്തുന്നത്, അതിനോട് മരുപടി വളർത്താം, ഇതിനോട് റോങ് ചെയ്ത് യേശുവിനെ പോലെ ആയിരിക്കും. ആദ്യം പറയുന്നു. ഒത്തിരി പേര് കൈയടിച്ച് ആത്മാവെന്ന 10,000 സുന്ദരൻ അതിനകത്ത് അർത്ഥമാക്കുന്നത് യേശു വളരെ ഹാൻസം ആണെന്ന് കണ്ടാണോ നിങ്ങൾ ഏതായിരുന്നു? വേദം പറഞ്ഞാലല്ല, അകത്തെ ആ സൗന്ദര്യം ഒരു കണ്ണിനും ദയറൊന്നാതെ പാപത്തിന്റെ പടുകുഴിയിൽപ്പെട്ട എന്നെ, നരകത്തിലേക്ക് വിധിക്കപ്പെട്ട എന്നെ സ്വന്തം പുത്രനായി യേശുദമ്പുരാൻ താരഭൂമിയിൽ ഇറങ്ങി എന്നെ രക്ഷപ്പെടുത്തി. എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എനിക്ക് എന്നോട് തന്നെ വെറുപ്പായപ്പോൾ ഒറ്റയാൾ ഈ കണ്ണിന് ദൈവം വന്നിരുന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ എന്നെ ഓർത്ത് താരഭൂമിയിലേക്ക് വന്നു. അവൻ സ്വാമിയായിരുന്നത് സുന്ദരനാണ്. യേശുവിന്റെ ആരാധന ഹൈറ്റ് നല്ല That's not the right thing. Praise the Lord. Hallelujah. Look at the beauty of Jesus. അതുപോലെ എന്റെ സ്വഭാവം ആകണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിന് പകരം നോമിനൽ ക്രിസ്ത്യന്റെയും ജാതികളുടെയും സമ്പ്രദായങ്ങൾ ഞാൻ കോപ്പി ചെയ്ത് I become a perverted person. ദൈവം അത് വെറുക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇല്ല. The king is explaining the kingdom's life. അവിടെ ഒരു സൂക്തമാണ് നമ്മൾ വായിച്ചത്. ആത്മാവിൽ പെരുത്തുന്നവർ സ്വർഗ്ഗരാജ്യം ആർക്കുള്ളതാണ്. ഞാൻ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. 9 പ്രാവശ്യമെങ്കിലും ഭാഗ്യവാൻ എന്നത് 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ കാണും. ഭാഗ്യവാൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. അതിന് ഏറ്റവും പരത്വത്തെഴുതിയിരിക്കുന്ന 3-ാം വാക്യം. ഞാൻ വിശ്വസിക്കുന്നത് ദൈവരാജ്യത്തിലെ ലൈഫിന്റെ കീ ഇതിനകത്ത് ആത്മാവിലെ താല്പര്യം. എന്നോട് പറയാം. ഇനി നമുക്ക് ഓരോ ശ്രദ്ധിച്ചു കേൾക്കും. ഭാഗ്യവാൻ എന്ന വാക്കിന്റെ മൂലഭാഷയാകുന്ന ഗ്രീക്ക് മക്കാരിയോസ് എന്നൊരു പ്രയോഗമാണ്. അതിന് വ്യാഖ്യാനിച്ചാൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ് എന്നും. അങ്ങനെയാണെങ്കിൽ ഹാപ്പി ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്. യഥാർത്ഥ സന്തോഷം മോളെ ദൈവരാജ്യത്തിലെ സന്തോഷമാണ്. ലോക മനുഷ്യൻ ലൗകിക കാര്യങ്ങൾ കൂട്ടിച്ച് ഉള്ളിൽ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് യു ആർ ലുക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ്.
ആത്മാവിലെ ദാരിദ്ര്യമുണ്ടെങ്കിൽ യു വിൽ ബി ഹാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തമാക്കുന്നു. ഹാപ്പി ആകുന്ന പൂർ നമുക്ക് ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇതിനോട് പറയാം. ഹാപ്പി ആകുന്ന അൺഹാപ്പി, ഹാപ്പി ആകുന്ന പൂർ പീപ്പിൾ, ഹാപ്പി ആകുന്ന ഹംബിൾ. ലോകത്തിലെ ഹാപ്പി ആരാണ്? ഒരു മനുഷ്യന് ഇഷ്ടമുണ്ട്, നല്ല 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളമുണ്ടൊക്കെ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, എന്നാ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ആരുടെ ഗുണമാണ്? ഈ ഫിലിസ്കാർക്കൊന്നും ആത്മഹത്യ ചെയ്തില്ലായിരുന്നു. മനസ്സിലായോ? മനുഷ്യനെ പിടിച്ച ഒരു വലിയ കെട്ടാണ് ഈ ഭൗതിക കൊടി. അതിനകത്ത് ജെനുവിൻ ഹാപ്പിനെസ് വരത്തില്ല. രാജ്യത്തിന്റെ രാജാവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് ടു ഡു ഫോർ ഹാപ്പിനെസ്. അനേക ആളുകൾ ചിന്തിക്കുന്നത് നമ്മള് ആത്മീകരായാൽ നമ്മുടെ ഹാപ്പിനെസ് പോകുമെന്നാല് എവിടെ ഉപവാസവും പ്രാർത്ഥനയും ഞാനെന്നു പറഞ്ഞാൽ മോനെന്ന് പറഞ്ഞാൽ ഉപവാസവും പ്രാർത്ഥനയും അകനധ്യാനം വാദിക്കരുത്. ഒരുമാതിരി മൂകമായിട്ടിരിക്കുന്ന ഒരു ഏതാണ്ട് പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. അത് കേവലം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിട്ട് ദൈവരാജ്യത്തിന്റെ രാജാവ് പറയുന്നു ദൈവത്തിന്റെ ഭരണം വന്ന് നിന്റെ അകത്തെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ യു വിൽ ബി എ ഹാപ്പി പേഴ്സൺ. God wants to make you happy. അത് വിസ തന്നല്ല, ക്യാമറ തന്നല്ല. അതെന്താ അങ്ങനെ പറയുന്നു? അതെല്ലാം താൽക്കാലികമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ റിലയൻസിന്റെ ബഹുമാനപ്പെട്ട ഓണേഴ്സ് ദൈവരാജ്യത്തിൽ വന്നിട്ടാണോ അവർക്ക് ലാഭം കിട്ടിയത്? അവരുടെ ബിസിനസ് ചെക്ക് ചെയ്തത് അല്ല. അവന് കമ്പോളത്തിൽ ചരക്കിറക്കാൻ അറിയാം, അവൻ ആൾ സ്മാർട്ടാ, അതുകൊണ്ട് അവന്റെ ബിസിനസ് ചെക്ക് ചെയ്യുന്നു. അവന്റെ ഹാപ്പിനെസ് താൽക്കാലികമാണ്. ഈ ഉള്ള വീടും വണ്ടിയും സ്വത്തും ഒരു സുനാമി അടിച്ചു പോയാൽ അവന്മാരെല്ലാം ഹാപ്പിനെസ് പോകും. പക്ഷെ യേശു പറഞ്ഞ ഹാപ്പിനെസ് ലോകത്തിന് വരാൻ കഴിയത്തില്ല, ലോകത്തിൽ എടുക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരു സന്തോഷം നിലവാൻ ദൈവരാജ്യത്തിലെ രാജാവ് ഭയമാണ്. provided you repent of your sins and you fall again and come into the kingdom. അതാണ് വലിയ രാജ്യം. ഓർക്കണം, ജോലി പോയ ഉടനെ എന്താ പറയുക, ഹാർട്ട് ഫെയിലിയർ ആകുന്നു എന്നോട് റിയൽ പ്രവർത്തിക്കണം. അപ്പുറത്തോ ഏതാണ്ട് വിളക്ക് കത്തിച്ച് അതുകൊണ്ട് എനിക്ക് ഇത്ര വേദനയാൻ തോന്നുന്നു. ഇത്ര പേര് അയച്ചാൽ ദൈവരാജ്യത്തിലെ രാജാവിന് ക്ഷേമം. അവിടെ കൂടുന്നു, ഇവിടെ കൂടുന്നു, വലത്തോട്ട് പോകുന്നു, താഴേക്കാണ് കുളിച്ചിട്ടിരിക്കുന്നു, ഇതെല്ലാം കൂടെ മന്ദിച്ചു. This is not Bible. This is not Bible. Brother, this is not Bible. Praise the Lord. I want you to read. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ സന്തോഷമുള്ളവർ അവർക്കാണ് സ്വർഗ്ഗരാജ്യം. കുറച്ചുകൂടെ വ്യാഖ്യാനിക്കാം. ആത്മാവിൽ ദരിദ്ര അവർക്ക് സന്തോഷമുണ്ട്. അതിന് അവർക്ക് സന്തോഷം. ദൈവരാജ്യത്തിലെ മർമ്മങ്ങൾ അവരെ ഗ്രഹിക്കാൻ പോകുന്നു. അതുകൊണ്ട് അവർക്ക് സന്തോഷം. രാജാവ് വരുന്ന ഓർക്കാൻ എടുക്കുമ്പോൾ പോകുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ഇങ്ങനെയാണ് കഥ പറയുന്നു. Father, I praise you because you have blinded this to the wise. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചു. ശിഷ്യർക്ക് നീ വെളിപ്പെടുന്നു. എന്റെ സന്തോഷമാണ്. എന്റെ സന്തോഷം ഈ നിത്യസത്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത്. This is the real thing. അതാണ് എന്റെ അകത്തെ ജോയ്. അത് ലോകത്തിന് എന്റെ അകത്തില്ല. A personal touch with the King of Kings. അതാണ് എന്റെ ജോയ്. When I'm talking to the King directly, King എന്നോട് സംസാരിക്കുന്നു, ഞാൻ കിങ്ങിനോട് സംസാരിക്കുന്നു. അതാണ് എന്റെ ജോയ്. എന്നിട്ട് ആർക്കും വെളിപ്പെടുത്താത്ത ഞാനേക്ക് വെളിപ്പെടുത്തി തന്നു. അതാണ് എന്റെ ജോയ്. അത് ഉള്ളിലെ ജോയാ. ആർക്കും വിളിച്ചില്ല. എന്റെ ദാമ്പത്യം വെച്ച് ദാമ്പത്യം പോയിട്ട് ഇതൊക്കെ ഇവിടെ കിടക്കും. പക്ഷെ അകത്തെ സന്തോഷം ആർക്കും എടുത്ത് കളയാനൊക്കില്ല. അങ്ങനെ ഒരു സന്തോഷം, നിത്യ സന്തോഷം, എടുക്കാൻ കഴിയാത്ത സന്തോഷം ഉള്ളിൽ വരണമെങ്കിൽ ആത്മാവിൽ ദരിദ്രനായിരിക്കും. അതിനർത്ഥം ആ വാക്ക് വളരെ ക്ലിയർ. സാമ്പത്തികം നഷ്ടപ്പെട്ട ദാരിദ്ര്യമല്ല അവിടെ ഉള്ളൂ. മെറ്റീരിയൽ കാര്യം ഇല്ലാതിരിക്കുന്ന പൂവർ അല്ല. ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞാൽ
എന്റെ ഉള്ളിൽ ഒരു ദാരിദ്ര്യ അവസ്ഥ ഉണ്ടാകും. എനിക്കൊന്നും അറിയത്തില്ല എന്ന മനോഭാവം എന്റെ ഉള്ളിൽ വരാം. പുറത്തിയുടെ ഉള്ളിൽ വളർത്താൻ കഴിയാം, പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ ദരിദ്രനായ ആയിക്കോട്ടെ. അങ്ങനെയുള്ളവർക്കാണ് സൗകര്യം, അങ്ങനെയുള്ളവർക്കാണ് ദൈവിക സന്തോഷം. കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു അത് പറയണമെങ്കിൽ ഈ അക്ഷരീകമായി പൂർവ്വമായിട്ടുള്ളവരെ നമ്മൾ ചിന്തിച്ചറിയാം. അവിടെ ദരിദ്രൻ പൂർ എന്നുള്ളതിന് മൂലഭാഷയിൽ തോക്കാസുള്ള പ്രയോഗമാണ്. അതിന് ഭയങ്കര അർത്ഥമുണ്ട്. അർത്ഥം ഗ്രഹിക്കാൻ ഞാൻ ബൈബിളിലെ തന്നെ ഞാൻ ഉദാഹരണം പറയാം. ഒരു യേശു ആലയത്തിൽ ഇരിക്കുമ്പോൾ യേശുവിനെ തൊട്ട് ആളുകൾക്ക് വലിയ പണച്ചാക്കുകളുണ്ട്, ഇങ്ങനെ പണം പൊക്കായിട്ട് ഇരുന്നു. ഒരു പാവപ്പെട്ട വിധവ 2 കാശ് കൊണ്ട് അവൾ പാവപ്പെട്ടവളാണ്, അവൾ വിധവയാണ്. അവൾക്ക് എത്ര ഇട്ടു? 2 കാശ് ഇട്ടു. അവൾക്ക് ഉപയോഗിക്കുന്ന വാക്കല്ല ഇത്. അതിന്റെ കാരണം എന്താണെന്നറിയാം? അവർക്ക് 2 കാശ് ഒന്നുമില്ല. അവൾ പാവമാണ്, പക്ഷെ തോട്ടം ഭയങ്കര ഒറ്റല്ല ഇല്ലേ? 2 കാശുണ്ട്. എവിടെ കാണിക്കാം? ധനവാന്റെ പടിവാതിക്കൽ കിടക്കുന്നു ഒരു ദരിദ്രൻ. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ പാവമെന്ന് മാത്രമല്ല, ഇന്നത്തെ ബെഗറുമായിരിക്കും. 2 കാശല്ല, 1 കാശില്ല. ആ ധനവാന്റെ മേഖലയിൽ വലിയ അപകടമില്ല വീട് എങ്ങനെങ്കിലും വിശപ്പ് ഒന്ന് അടക്കാൻ ആഗ്രഹിക്കുന്ന വേണ്ടി വന്ന തെണ്ടു. അങ്ങനെയുള്ള ഒരു ബെഗർ എത്രത്തോളം പാവമാണ്. ആ വാക്കാണ് തോക്കാം. ആത്മാവിൽ ദരിദ്രെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടി വന്നാൽ എഴുതും, എനിക്കൊന്നും ആത്മീയമായി അറിയത്തില്ല, ദൈവമേ എനിക്ക് വെളിപ്പെടുത്തുന്ന പറഞ്ഞ ആന്യലിംഗം ദൈവസ്ഥലി മോങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി. He is the poor in spirit. അങ്ങനെയുള്ളവർക്ക് നിത്യ സന്തോഷം. അവർക്കാണ് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ വന്നവരാണ്. ഞങ്ങൾ റോഡ് സൈഡിലുള്ള വീട്, ഈ റോഡ് സൈഡിലുള്ള വീട്ടിൽ ഇഷ്ടംപോലെ യാതൊരു ഭാര്യ ഭക്ഷണമായി കൊടുക്കണം. സപ്പോസ് ഒരു ദിവസം ഒരു കയറി വന്നപ്പോൾ ഞാൻ വയലൻ്റായി അവൻ ഒരു വിഷയമില്ല. അവൻ ദൂരായി തുടങ്ങി അവരുടെ ആവാസങ്ങൾ. അതെന്താ? കൈ നീട്ടിയേ മനസ്സിലായോ? ഒരു മീറ്റിംഗ് വന്ന മുഖങ്ങളായ തെണ്ടുന്ന ഇതുവരെ ഉണ്ട്. അല്ലാതെ നമ്മൾ നോക്കിപ്പോഴും അവൻ ചെന്നപ്പോ പാസ്റ്ററാന്ന് പറയുന്നു. ആദ്യമൊക്കെ വലിയത് ഇങ്ങനെ ഞാൻ വീട്ടിൽ പോകുന്നു. അടുത്ത മാസം അവൻ വരും. അവൻ വരും, അവൻ വീട്ടിലേക്ക് കൈ നീട്ടും, നീട്ടിയെ ഒക്കൂ. അവന്റെ കുടുംബം കഴിയണം, അവന് വല്ലതും ഭൗതികമായ ഭക്ഷണം വേണം. ഇതുപോലെ ദൈവരാജ്യത്തിൽ ആത്മീയമായി സമ്പന്നനാകാൻ ഞാൻ ഏതാണ്ട് മൂപ്പര് സാധനം പറഞ്ഞിരിക്കും. പണിവശത്തില്ല, താഴണം. ഞാൻ ഏതാണ്ട് മതിലെ കുരുത്ത്. എന്താ മതിലെ കുരുത്തത്? കമ്മ്യൂണിസ്റ്റുകാരാ. ഞാനൊന്ന് പാരമ്പര്യം ശുദ്ധിയാക്കിയ ഞാനത് ആരെയാണ് ഇരുന്നാൽ ഈ നിത്യ സന്തോഷം നമ്മളെ കിട്ടത്തില്ല. ദൈവത്തിന്റെ സന്തോഷം കിട്ടണമെങ്കിൽ എന്റെ ഉടഞ്ഞ് ആത്മാവിൽ ദരിദ്രനായി ഒന്ന് കരയാണ്ടി തയ്യാറായാൽ അങ്ങനെയുള്ളവർക്കാണ് സ്വർഗ്ഗരാജ്യം ദൈവം കൊടുക്കുന്നത്. ജ്ഞാനികളുണ്ട്, ലോകത്തിൽ ജ്ഞാനികളുണ്ട്, ഭയങ്കര തിയോറിയൻസുണ്ട്. അവർക്ക് വെളിപ്പെടുത്താത്തത് സ്വർഗത്തിലെ ദൈവം കരഞ്ഞു പോങ്ങി ഭിക്ഷക്കാരനെ പോലെ ദൈവമെ എനിക്കുന്നത് വെളിപ്പെട്ടിട്ടുള്ളോ അതിന്റെ പുറകെ നടക്കുന്ന എത്ര താമസമെന്നാണ് നിൽക്കുന്നത്. അവർക്കാണ് സ്വർഗത്തിലെ ദൈവം എത്തുന്നത്. അവരുടെ ഉള്ളിലാണ് റിയൽ spiritual joy which the world cannot take away. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗ്ഗരാജ്യം.
ഞാൻ കാണിക്കാം രണ്ടുപേര് ബൈബിളിൽ നിന്ന് തന്നെ നിങ്ങൾ പെട്ടെന്ന് അത് കുറച്ചുകൂടെ ആ അക്കൂറൻസരിച്ച് മനസ്സിലായി. ഒരു കഥാവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ഒരു കഥ പറഞ്ഞു. ആലയത്തിൽ രണ്ടുപേര് വന്നു. ഒരാളാരാൻ പറയാമോ? പരീശൻ, പരമഭക്തൻ, ഉപവസിക്കുന്നവൻ, ആരാധിച്ച് വിടുതലെടുത്തവൻ. അവൻ വന്ന് പ്രാർത്ഥിച്ചു എങ്ങനെ പറയാം? കർത്താവേ, ഞാൻ ഇവനെ പോലെ എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, അങ്ങോട്ട് ബൈബിൾ ചെയ്യാം. ഞാൻ ഇവരെ പോലെ ശിവനാണ്. തൊട്ടടുത്ത് നിന്ന് ആരെന്നറിയാമോ? ചുങ്കക്കാരൻ. ടാക്സ് പിരിക്കുന്ന വലിയൊരു വിഷയമാണ്. അത് പഠിച്ചെങ്കിൽ നമുക്ക് പശ്ചാത്തലം മനസ്സിലാകുന്നത് പിടിച്ചു പഠിക്കാൻ. അയാളെ കുറിച്ച് എഴുതുന്നത് സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും വയ്യാതെ മാറത്തടിച്ചുകൊണ്ട് ഇവര് ഭാവിയാണ് യശോദയാണ്. അവൻ നീതീകരിച്ച് വീട്ടിൽ പോയി. നമ്മളൊക്കെ ഒരു തോന്നലില്ലേ? രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടവർ നമ്മൾ ഏതാണ്ടാണെന്ന് നമുക്ക് വെളിപ്പാടില്ല. അകത്ത് ജോലി നമ്മളുള്ളത് ആഴണം, ഹമ്പിൾ ആകണം. ഹാപ്പിയാക ഹമ്പിൾ, ഹാപ്പിയാക പൂർ ഇൻസൈഡ്. കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. കർത്താവിന്റെ പരവനെ കുറിച്ചൊന്ന് വെളിപ്പെടുത്തണമേ. ദൈവരാജ്യമൊന്ന് വെളിപ്പെടുത്തണമേ. അതിന്റെ പിന്നിൽ പോയാൽ രാജാവ് നേരിട്ട് തന്റെ ആത്മാവിനാൽ കാര്യം വെളിപ്പെടുത്തും. That is a joy that no one can take away from you. ആത്മാവിൽ ദരിദ്രരായവർ അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിന്റെ രാജ്യം. നമ്മള് 8:30 അരമണിക്കൂർ കൊണ്ട് കണ്ടിട്ട് ക്ലോസ് ചെയ്യണം. ഞാൻ കുറെ ദരിദ്രന്മാരെയും ഒരു മൊമെന്റ് പറയുമ്പോൾ ഹിന്ദുവിനെയും ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 1:47 അവിടെ നഥാനിയേലിനെ കുറിച്ച് ഒരു പ്രയോഗം എഴുതിയിരിക്കുന്നു. നോക്ക്, ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം ഇമ്മീഡിയറ്റ്ലി താൻ ചെന്ന് കാരണക്കാരനായിരുന്ന നഥാനിയേലിനെ താൻ കണ്ടുമുട്ടി യേശുവിലേക്ക് നടത്തുക. അറിയാമോ? ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നതിനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഗരേൽ അവനോട് നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്നു കാക്ക എന്ന് പറഞ്ഞു. നഗരേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. എന്നാൽ അവനെ കുറിച്ച് പറഞ്ഞു. നഗരേൽ അവനോട് ഇന്ന് എവിടെ വെച്ചവർ അറിയും എന്ന് ചോദിച്ചതിന് നിന്നെ വിളിക്കുമ്പോഴേ How do you know me, Nathaniel? Jesus answered, okay, wait. Philipos മുൻപേ നീ അച്ഛയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഗരേൽ അവനോട് രവി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് എന്ന ഉത്തരം പറഞ്ഞു. എങ്ങനെ തമ്പുരാൻ കാണുന്ന ഹൃദയത്തെയാ ഏത് കണ്ട് ആരെക്കുറിച്ച് പറയുകയാണ്? സാക്ഷാൽ ഇസ്രായേല്. അവരെ കുറിച്ചൊക്കെ പറയണം. സാക്ഷാൽ വിശ്വാസി. പുറത്തെ ഒരു മീറ്റിംഗിലെ എടുത്തോ അത് പോട്ടെ, സബ്ജക്റ്റാണ്. അവൻ വിളിക്കുമ്പോൾ മോനെ ഇരിപ്പോ കൊണ്ടുവരുന്നത് ഇരിപ്പ് കൊണ്ടുവരുന്നതിന് മുമ്പ് അസ്ഥിയുടെ ചോട്ടിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവിടെ കൂടി യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുക. ഈ അസ്ഥിയുടെ ചോട്ടിൽ ഇരിക്കുക എന്ന പ്രയോഗം റബ്ബിനിക് ടീച്ചിങ്സിൽ അത് പഠിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം അസ്ഥിച്ചോട്ടിൽ ഇരുന്നായിരുന്നു ധ്യാനിക്കുന്നത്, ന്യായപ്രമാണം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യേശു പറയുന്ന അർത്ഥം എന്താണെന്നറിയും? നീ ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പ് നീ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ സമയമുണ്ടല്ലോ, ഞാൻ നിന്നെ അന്ന് അറിയാം. കുറച്ചുകൂടെ പറഞ്ഞ ഫിലിപ്പോസിനെ കൊണ്ടുവരാൻ ക്ഷണിക്കുമോ ഫിലിപ്പോസ് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ വെളിപ്പെടുത്തിയ മനുഷ്യയായ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വരിക. അപ്പോൾ ന്യായപ്രമാണം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും മെസ്സിയായെ കുറിച്ച് പറയുന്നു. മെസ്സിയ എപ്പോഴാണ് വെളിപ്പെടുന്നത്? മെസ്സിയായെ കുറിച്ചൊന്ന് അറിയാൻ കൊള്ളാനും ആത്മാവിൽ അവനെ യേശു കണ്ടു. അവനാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിലെ രാജാവിനെ നേരിട്ട് പരിചയപ്പെടുകയല്ലേ? പരിചയപ്പെട്ടത് മാത്രമാണോ?
താൻ യേശുവിനെ 12 ശിഷ്യന്മാരിൽ പോരാൻ വേണ്ടി എന്ന് ഞാൻ പറയുമ്പോൾ ശിഷ്യന്മാരുടെ ലിസ്റ്റ് വായിച്ചാൽ അദ്ദേഹത്തിന്റെ പേരില്ല. ചെറിയൊരു പേര് നിങ്ങൾ കാണും, ബർത്തലോമിയോ എന്നൊരു പേര്. നഥാനിയനാണ് ബർത്തലോമിയോ, ബർത്തലോമിയാണ് നഥാനിയൽ എന്ന് വേദപണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്. അതാണ് ഞാൻ ആ നിലയിൽ പറയാൻ കാരണം. ആത്മാവിൽ ധരിച്ചത് ആരും കാണാം തന്റെ പ്രൈവസിയിൽ ഇരുന്ന് വചനം വായിച്ച് യേശു ക്രിസ്തുവിനെ അറിയാമെന്നുള്ള ആഗ്രഹം ഭൂമിയിൽ ആരും കണ്ടില്ല. തമ്പുരാൻ കണ്ടില്ല. ഇവരവരുടെ യഹൂദ മതത്തിന്റെ പൊങ്ങച്ചം പറഞ്ഞിരിക്കായിരുന്നു. നമ്മളെ ആളുകളൊക്കെ പറയുന്നല്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പൊങ്ങച്ചമൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ഇവർ മനസ്സാൻ താണ്ടി എനിക്ക് എപ്പോഴാണ് വെളിപ്പെടുത്തുന്ന വന്നിരിക്കുക. അവനാണ് ഈ ദൈവരാജ്യത്തിന്റെ വിഷയങ്ങൾ തമ്പുരാൻ നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുക. ഒരാളെ പരിചയപ്പെട്ട അപ്പോസ്തലർ പ്രവൃത്തി 8-ാം അധ്യായം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വിഷയം. അവിടെ ഒരു ഫിലിപ്പോസാണ്. ഫിലിപ്പോസ് ആത്മനിയോഗത്താൽ ഷമ്മൻ എന്ന് പറയുന്ന എത്യോപ്യക്കാരൻ മന്ത്രിയുടെ രഥത്തോട് ചേർന്ന് നടക്കുന്നു. അതിനുശേഷം രഥത്തിൽ കയറിയിരിക്കുന്നു. നോക്കണം, അദ്ദേഹം ഒരു മന്ത്രിയാണ്. പക്ഷെ മന്ത്രിസാർ എവിടെ പോയി? മന്ത്രിസാർ യെരൂശലേമിൽ പോയി ആരാധിക്കാൻ പോയി, നമസ്കരിക്കാൻ പോയി അവിടെ ഇരിക്കുന്നു. നമസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മന്ത്രിസാറ് രഥം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇതനുസരിച്ച് കാറിൽ എന്ത് ചെയ്യുക? വേറൊന്നും വായിക്കുക, ജയപ്രഭാകരന്റെ ജോലിയൊന്നും വായിക്കുക. നിങ്ങൾ എന്നോട് സത്യമായിട്ടും പറയണം, ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി തിരിച്ചു പോകുമ്പോൾ കുറയുന്നു പുറത്ത് വൈകി വെച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനയൊന്നും തീരാതിരിക്കുക. നമ്പുരാനെ ആരെങ്കിലും വന്ന് 5 മിനിറ്റ് ഒന്ന് കൂടിയാൽ മനപ്രയാസം. ഇനി പൂർണ്ണമൊക്കെ ഞാൻ വായിക്കാനുള്ള പോകും. അതുകൊണ്ടാവും വെളിപ്പെടാത്തത്. അതുകൊണ്ടാണ് 12 നേരിട്ട് ഇടപെടാത്തത്. ഇത് മന്ത്രിയാണ്. പുള്ളി കെട്ടിക്കൊത്തി ചേർന്നത് കാശിന് എങ്ങനെ ദാരിദ്ര്യത്തിന്റെ കേട്ട് കൊട്ടട്ട ഇതൊന്നും തന്നെ കടമാഴന്മാരാ വന്നോനെ ഒരു മന്ത്രിയാണ്. ഇതിനോ നമസ്കരിക്കാൻ പോയി നിന്നൊന്നും അല്ല, ലാഭം പോയിക്കാനൊന്നും. ഒത്തിരി പേര് വിദ്യാർത്ഥിമായിട്ട് അറിയുന്നുണ്ട്. ലാഭം പോയി അതൊക്കെ അതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴും സംഭവിക്കുമെന്നൊക്കെ പറയുന്നത് മകളെ പുസ്തകത്തിലെ കാര്യം പഠിച്ചോണേ. മന്ത്രിയാ മന്ത്രി. ഇഷ്ടംപോലെ രാജുണ്ട്, പൊസിഷൻ ഉണ്ട്. പക്ഷെ ഉള്ളിലെ ദാരിദ്ര്യം കണ്ടു. നമസ്കരിച്ചപ്പോ തൃപ്തിയില്ല. മടങ്ങി പോകുമ്പോൾ ഉറക്ക പുസ്തകം വായിക്കുക. അയ്യോ ഇതൊന്ന് അപ്പോഴാണ് ആത്മാവ് കൈഡിയില് ഫിലിപ്പോസ് ഉപദേശി കാറിനകത്ത് എന്ന് പറഞ്ഞ രഥത്തിനകത്ത് കയറിയിരുന്ന് ആ യെശയ്യാ പ്രവാചകന്റെ വാക്യങ്ങളെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോ നമ്മൾ മന്ത്രിസാർ പറയുക എന്നാൽ ഇടിച്ചാ തൊഴിച്ചാൽ അതെന്താണെന്നറിയാമോ? പൊങ്ങനാണ്. റിയലി ഐറ്റു സീക്രട്ട് പറയും. പ്രൗഡ് പീപ്പിളാണ് ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തത്. മന്ത്രിയ ആരും ഇഷ്ടമായ കാശുണ്ട്. തനിക്ക് കാര്യം മനസ്സിലായപ്പോ ഞാൻ ചോദിക്കട്ടെ, ഞാൻ രാജ്യമൊന്നും ചോദിക്കട്ടെ, ഏതായാലും അതൊന്നും ചോദിക്കണമെന്ന്. പിന്നെ നിങ്ങൾ പറയും മൊബൈൽ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കാനുണ്ട്. എന്ത് കാര്യം ചോദിച്ചില്ല. സ്നാനപ്പെടുന്ന കാര്യം വെളിപ്പെട്ടു. വെള്ളത്തിൽ 20 ഇറങ്ങി സ്നാനം. ഫിലിപ്പോസ് ശമനെ സ്നാനപ്പെട്ടു. എനിക്കല്ലോ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ ആത്മാവെടുത്ത് അടുത്ത സ്ഥലത്തെ കൊണ്ടുപോയി. അതിന് വാക്യമുണ്ട്, ഷണ്ണൻ തന്റെ ദേശത്തേക്ക് സന്തോഷത്തോടെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ സന്തോഷമുള്ളവർ. കാരണം എന്താണ്? ദൈവരാജ്യം അവസാനമാണ്. ഇഷ്ടംപോലെ കാശുണ്ട്. ഒന്നും പൊങ്ങലല്ല, പൊങ്ങച്ചം പറയില്ല. വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഈസിലി അക്സെപ്റ്റ് ചെയ്യും. ഒറ്റ വാക്ക പറയുന്നുള്ളൂ, ഈ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആളാണ്. വളരെ പറയുക, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലാണ് ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. പൈസല്ലോ ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടും. ഭയങ്കര സന്തോഷത്തോട് ഞാൻ 3 കാലത്തെ പരിചയപ്പെടുത്താം. നിങ്ങൾ മനസ്സിലാകുന്ന ആത്മാവിലെ ദാരിദ്ര്യം. 10-ാം അധ്യായത്തിൽ ആദ്യത്തെ ഒരു 3-4-5 വാക്യം വായിച്ചത് പട്ടാളക്കാരനെ കുറിച്ചോണ്ടിരിക്കുന്നു. പട്ടാളക്കാരൻ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. പേര് കൊർണലിയോസ്. ശതാധിപൻ എഴുതിയിരിക്കുന്നത് 100 പട്ടാളക്കാരുടെ അധിപനാണ്. ഇഷ്ടംപോലെ കാശുള്ളവൻ. കാരണം ദരിദ്രന്മാർക്ക് ഇഷ്ടംപോലെ ഉള്ളവൻ. ഒരാ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. നിങ്ങളൊക്കെ പേരുണ്ടോ? എപ്പോഴും പ്രാർത്ഥന. പട്ടാളക്കാരൻ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് ഇല്ലാത്തതുകൊണ്ട് ഈ വലിയ പട്ടാളക്കാരൻ സമയമൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മുഴു ഗ്രഹത്തോളം കൂടി ദൈവത്തെ ഭയപ്പെട്ടവൻ അങ്ങനെ പ്രാർത്ഥിക്കുക. പുള്ളി രക്ഷിക്കപ്പെട്ട ആളല്ല കേട്ടോ. യേശുക്രിസ്തുവിനെ കുറിച്ച് അത് എന്തൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം. യഹൂദന്മാർ പ്രചരിപ്പിക്കുന്ന ജീവനുള്ള ദൈവം സത്യദൈവമാണ്. അത്രയും കാര്യം അറിയാം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ദാരിദ്ര്യം കണ്ട് ശക്തിയുള്ളൊരു ദൂതൻ 3 മണിക്ക് ഇറങ്ങി വന്ന് പറയുക, കോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ യോപ്പയിൽ പാർക്കുന്ന പത്രോസ് എന്ന ഉപദേശിയെ വിളിച്ച് പ്രസംഗം കേൾക്കണം. അങ്ങനെ ഉടനെയാകെ വിട്ടു. പത്രോസ് വന്ന് പ്രസംഗിച്ചു. വചനേറ്റത്തോടെ ആത്മാവകമായി വന്നു. അന്യഭാഷകളിൽ സംസാരിക്കും. അവരും സ്നാനപ്പെട്ടു. എന്താ കാര്യം? അതെ ബ്രദറെ, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കൊരു സൊസൈറ്റി ഒന്ന് നിനക്കല്ല ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർക്കാണ് ഫലം ആസ്വദിക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി വചനപ്പം നമ്മളെ ചെറുത്ത് നോക്കണമെങ്കിലും ഹൃദയം മത്സരിക്കേണ്ടത്. നിത്യമായ സന്തോഷം ഭൂമിയിൽ വെച്ച് ആസ്വദിക്കാൻ കഴിയുമെന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആസ്വദിക്കാതിരിക്കുന്നത് ദൈവത്തോടും മത്സരിയായിട്ടാണ്. ഇന്ന് രാത്രി പൊങ്ങച്ചങ്ങൾ വിട്ടവർ എഡ്യൂക്കേഷൻ ആണോ പൊങ്ങനാക്കി മാറ്റുന്നത്. എന്നാൽ കർത്താവ് PhD ഏതുമില്ല. നിന്റെ മുൻപിൽ ഇത് കേവലം ഒരു പേപ്പർ മാത്രമാണ്. അതിനൊരു വിഷയമല്ല. നിങ്ങൾ ബാങ്ക് ഡിപ്പോസിറ്റ് ആണോ വരുന്നത്? ഒരു മൂക്കിപ്പരിക്കില്ലെന്ന് ഡിപ്പോസിറ്റ് എന്ന് ഇന്ന് രാത്രി യാത്ര പറയണം. കർത്താവേ, ഇതെനിക്ക് വിഷയമല്ല. മക്കളാണോ നിന്റെ പൊങ്ങച്ചത്തിന്റെ വിഷയം? ഒരു പണി വന്നാൽ മക്കളെ ഭൂമിയിൽ മാറ്റുവാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഇതൊന്നുമല്ല പൊങ്ങച്ചം. ആത്മാവിൽ കരുത്തരാകണം. എന്നെ ഒന്ന് പറഞ്ഞതാണ്. എങ്ങനെ ഞാനൊന്ന് ദരിദ്ര എപ്പോഴും ഒന്ന് പൊങ്ങന്റെ സ്വഭാവം എങ്ങനെ ഒന്ന് ദരിദ്രനാണ് പറഞ്ഞത്. മമേച്ച ഉള്ള കാര്യം പറയാം. നമ്മൾ ദരിദ്രമായ എല്ലാ അർത്ഥത്തിലും ദരിദ്രനാണ് അല്ലേ? നമ്മളിത് സമ്മതിക്കാത്തതാണ്. ഇപ്പൊ ഞാനിവിടെ നീ ദൈവരാജ്യം പ്രസംഗിക്കും നിങ്ങൾ ചെറുത്ത് തോന്നും അറിയാമെന്നാ തോന്നുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം. ഒന്നും അറിയത്തില്ല. ഞാനൊരു ദേശത്ത് കേട്ടു. അപ്പോൾ സത്യം പറയട്ടെ, കേട്ടോ ഉള്ള കാര്യം പറയാം. ഈ പറയുന്ന എനിക്ക് ഒന്നും അറിയില്ല. അല്ലപ്പോ പിന്നെ ഭാഷയിട്ട് പറഞ്ഞു കുറച്ച് കാര്യം അങ്ങനെ പറയുന്നത്. ഇതേ വാക്യത്തിന്റെ ആഴമുണ്ടല്ലോ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം മുങ്ങിയ ഒരു ആഴമുണ്ട്. തനിക്ക് അതിനുള്ള വെളിപ്പാട് കിട്ടി. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു ആഴം അത്ര തോന്നുന്നു. അതിനപ്പുറത്തും ആഴമുണ്ട്. 3-ാം തരം ആഴം കിട്ടിയ വെളിപ്പാടുണ്ട്. നമ്മൾ ആ വെളിപ്പാട് ലഭിക്കുന്നത്. അതിനപ്പുറത്തെ കാര്യം നമുക്ക് കണ്ടില്ല. ഇവിടെ നമുക്ക് ആർക്ക് എന്നെ അറിയാവുന്ന പറയുന്നത്. ദൈവത്തെ കുറിച്ച് എല്ലാ ആൾക്കറിയാം. പിന്നെ നമ്മൾ ഈ 2-3 വാക്യം പകർന്ന് പറയുമ്പോൾ ജനത്തിന് തോന്നുന്നത് ഏതാണ് ഒന്നും ഉള്ള അവസ്ഥ പറഞ്ഞാൽ ഒന്ന് സമ്മതിച്ചാണ്. ഞാൻ വാസ്തവത്തിൽ ഇന്നത്തെ ആരും എനിക്ക് തരണേ, വെളിപ്പാട് തരണേ. അമ്പരാൻ ഉൾക്കാട്ട് ഇന്നത്തെ ആഴത്തിലേക്ക് ഒരു മനുഷ്യന് വെളിപ്പെടാത്തത് ചാണകത്തിന്റെ 100 വെളിപ്പാട് നിനക്ക് യേശു വിശ്വസ്തനാണ്.
പലർക്കും പിരിയാത്തത് കാലഘട്ടത്തിൽ ദൈവത്തിന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് നടക്കുന്ന ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. അതിന് ഈഗോ പ്രോബ്ലം ഒരു പ്രോബ്ലം അല്ലേ? അങ്ങനെ സമ്മതിച്ചാൽ ദൈവം ആ സത്യസന്ധതയായിട്ട് മാറിയിരിക്കും. അത്രേ ഉള്ളൂ. ആത്മാവ് ഈ ചരിത്രം എങ്ങനെയാണ് സമ്മതിച്ചാൽ മതി. അങ്ങനെ നമ്മൾ എഴുതില്ല. നമുക്കൊരു പൊങ്ങച്ചവുമില്ല. നമുക്ക് ഈ പൊങ്ങച്ച ഉണ്ടെന്ന് തോന്നുന്ന ഈ 10 ഭൗതിക കാര്യമല്ലേ? ഒന്നിന് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ പിടിപാട്, ഇതല്ലയോ? ഇതൊക്കെ ഒറ്റ കാര്യത്തിന് പോകാനുള്ളൂ. അകത്ത് ഘടനകൾ വല്ലതും ഉണ്ടോ? രാജാവ് നേരിട്ട് തന്നതല്ലോ ഉണ്ടോ? ആത്മപ്രേരണയെ പറയാം. അടുത്ത നിങ്ങൾ തലമുറയ്ക്ക് കൈമാറാൻ ഒരു വെളിപ്പാടുണ്ട്. പെന്തിക്കോസിന്റെ തലമുറകളാണ് ഏറ്റവും വഷളായിപ്പോകുന്ന കറക്റ്റുകൾ പറയുന്നത് കേട്ടോ. അതിന്റെ കാരണം എന്താ? അവരുടെ കുറ്റമല്ല. പപ്പായും മണക്കൊറിയന്മാരായിരുന്നു. അവർക്ക് ഭൂമിയിലെ സമ്പത്തായിരുന്നു ആത്മീക സമ്പന്നതയേക്കാൾ വലുത്. പിടിച്ചാതിരിക്കുമോ? ഇതല്ലോ റിസർവ് ബാങ്കിലെ, സ്റ്റേറ്റ് ബാങ്കിലെ, ICICI ബാങ്കിലെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് കൈമാറുന്നത് നല്ലതായിരുന്നു. മോനെ, എന്റെ കാലഘട്ടത്തിൽ തമ്പുരാന്റെ ഒരു വെളിപ്പാട് എനിക്ക് വന്നായിരുന്നു. ആ വെളിപ്പാട് കൈമാറുന്നു. ഇതായിരുന്നു ദാവീദ് ചെയ്തത്. തന്റെ മരണക്കാർക്ക് ശലോമോനെ വിളിച്ചു വന്ന മോനെ, ആലയത്തിന്റെ പണിക്കുള്ള ബ്ലൂ പ്രിന്റ് എന്റെ കയ്യിലുണ്ട്. ആ ആത്മാവ് എന്റെ മേൽ വന്ന് എനിക്ക് തന്നതാണ്. ഇതാണ് കൈമാറി. ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും. നീ എൻകറേജ് ആകണം. അതിനുള്ള സാമ്പത്തികം നമുക്കുണ്ട്. നീ പണിതാൻ മതി എന്ന് പറഞ്ഞ് തലമുറയ്ക്ക് കൈമാറാൻ സഹോദരി റിപ്പോർട്ടുള്ളവരോ ഇല്ലെങ്കിൽ നിന്റെ ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്കിങ്ങനെ ജോലി കൂടി പോയി ഭാര്യ ഭർത്താവും കാണുന്നത് തന്നെ ഒരു സംഖ്യ. വിദേശത്തൊക്കെ പോയി ഭയങ്കര കാശ. പക്ഷെ പുള്ളി കണ്ടായി സ്വത്രം പ്രാർത്ഥിക്കാൻ നേരം, അച്ഛൻ വായിക്കാൻ നേരമില്ല, എല്ലാവരെയും നോക്കാൻ വേണ്ടി എല്ലാവരും നാട്ടിൽ ഈ കറത്തു എല്ലാ നീലഗിരി എവിടെയും കാശ് കൊണ്ട് അവരൊക്കെ അവിടെ വൈകും. എന്നിട്ട് ലാസ്റ്റിലെ പാസ്റ്റോട് പ്രാർത്ഥിക്കണേ. പാസ്റ്റർമാരെ പ്രാർത്ഥിക്കും. കാരണം മുന്നേ കൊണ്ടുവന്നാ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാൻ കാരണം ഞാൻ ചെയ്യും. അത് നമ്മൾ നേരത്തെ ചിന്തിക്കണമെന്ന്. നമ്മൾ ദരിദ്രരാണ്. അതൊന്ന് സമ്മതിക്കാൻ തമ്പുരാൻ ആഴത്തുള്ള വെളിപ്പാടുന്നു. പൈസലോ നിങ്ങൾ ഓട്ടം തികച്ച നിത്യതയുടെ പൂർവ്വത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. മക്കളെ അടുത്ത് വിളിക്കാൻ ഒരു സൗഭാഗ്യം ദൈവം തന്നാൽ അവരോട് അവസാനം പറയേണ്ടത് മോനെ ഇന്ന ദൈവങ്ങളാക്കോ നിങ്ങൾ ദൈവമല്ല. അവരെ ഞാൻ കർത്താവിന്റെ കൂടെ ഞാൻ വിശ്വസ്തരായിരുന്നു. നീ എന്റെ ഭാര്യയൊരു ചുമക്കാണോ ആകമായ കാലഘട്ടത്തിൽ ആത്മാവിൽ ചരിത്രമുണ്ടോ ഇന്ന് നിനക്ക് വെളിപ്പാടുകൾ തമ്പുരാൻ ദൈവം വിശ്വസ്തന ഒന്ന് തുറന്നുകൊള്ളു. ഇതുവരെ വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാലാള് വരുന്നവരെ അങ്ങോട്ട് നമ്മൾ നിങ്ങൾ ഇങ്ങനൊന്നും വിളിച്ചാൽ ആരും പൈസ കൊടുക്കത്തില്ല. വാ തുറന്ന് അമ്മ എല്ലോ പറയണം. ഞാൻ പൊങ്ങല എനിക്ക് പറയുന്നതൊന്നും അറിയത്തില്ല. ഞാൻ പാപ്പന്മാരെ കണ്ണുനീര് മുറിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രീക്ക് വാക്കും ലാറ്റിൻ വാക്കും ഒക്കെ പറഞ്ഞ് ഞാൻ ഇവരെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഈ സംസ്ഥാനങ്ങൾ മാറുന്നു. ഉള്ളിലെ നാര്യം പാപ്പന്മാർ പറയണം. എന്താ പറയുന്നത്? സമ്മതിക്കണം. ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ സമ്പന്നരായ ഈ നിത്യസന്തോഷം അനുഭവിച്ച കാലം പറയുന്നു. ഒരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. ആ വാക്യത്തിൽ അവരൊക്കെ വാക്യം വായിച്ചാണ്.
അത്ഭുതമായി